നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വാഗമണ്ണിലുള്ള പൈൻ ഫോറസ്റ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈരാറ്റുപേട്ടയിൽ നിന്ന് 27 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് 42 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗമൺ പൈൻ ഫോറസ്റ്റിലെത്താം. ഇത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുമ്പോഴുള്ള ഒരു വ്യൂ പോയിൻ്റാണ്, കാരിക്കാട് ടോപ്പ്. ഇവിടെ നല്ല സീനറിയൊക്കെയാണ്, ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെയായി ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കൈവരികളില്ലാത്തതിനാൽ അധികം സൈഡിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ്. അത്യാവശ്യം വിനോദസഞ്ചാരികളൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് പൈൻ ഫോറസ്റ്റിലേക്കുള്ള വഴി. മെയിൻ റോഡിൽ നിന്നും ഒരു 150 മീറ്റർ നടക്കാനുണ്ട്. ഇവിടെ പാർക്കിംഗ് അനുവദനീയമല്ല. വളരെ ഇടുങ്ങിയ വഴിയാണ്. പൈൻ ഫോറസ്റ്റിലേക്കുള്ള വഴിയാണിത്. ഇതിൻ്റെ സൈഡിൽ കുറേ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയുണ്ട്. ഇതിൻ്റെ സൈഡിലൊരു ബിയർ പാർലറുണ്ട്. അങ്ങനെ ഞങ്ങൾ പതിയെ പൈൻ ഫോറസ്റ്റിൻ്റെ കവാടം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ നടക്കാനുണ്ട്. ഇടുങ്ങിയ വഴികളാണ്. ഇതാണ് പൈൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. മുതിർന്നവർക്ക് 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് 100 രൂപയും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് 150 രൂപയുമാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പൈൻ ഫോറസ്റ്റിലെത്തി. അത്യാവശ്യം തിരക്കുള്ള ഒരു ടൈമാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചീവീടിൻ്റെ സൗണ്ടാണ് ഇവിടെ നിറച്ചും. ഇത് നടുക്കൂടെ ഒരു പാത പോയിട്ടുണ്ട് നടന്നു പോകാനുള്ളതൊന്നും. ഇതിൻ്റെ സൈഡെല്ലാം ചെങ്കുത്താണ്. നടന്ന് സാഹസിക യാത്ര താല്പര്യമുള്ളവർക്ക് പോകാം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ വീഴും. വാഗമൺ പൊതുവെ കൂളിംഗ് ഉള്ള സ്ഥലമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഈ പൈൻ ഫോറസ്റ്റിൽ കൂളിംഗ് ഒരല്പം കൂടുതലാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നട്ടുപിടിപ്പിച്ച പൈൻ ഫോറസ്റ്റാണിത്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിനും പൈൻ ഫോറസ്റ്റിൽ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. പൊതുവെ ഇവിടെ എത്ര നേരം ഇരിക്കുകയാണെങ്കിലും ഒരു മടുപ്പ് തോന്നത്തില്ല. മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം. മഴക്കാലത്ത് ഇവിടെ അട്ടകളുടെ ശല്യം കൂടുതലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 6 ഏക്കർ സ്ഥലത്താണ് ഈ പൈൻ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെങ്കുത്തായ സ്ഥലമാണ്. ഇതിലൂടെ നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൈൻ മരത്തിൻ്റെ ഇലകൾ വീണ് അവിടെ വേറെ ഒന്നും മുളയ്ക്കില്ല. പൈൻ മരത്തിൻ്റെ ഇലകൾ മാത്രമേ അവിടെയുള്ളൂ. മറ്റൊരു സസ്യങ്ങളും ഇവിടെ ഉണ്ടാകത്തില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലാണ് പൈൻ ഫോറസ്റ്റ് നിലകൊള്ളുന്നത്. ഇതൊരു ഉഷ്ണമേഖലാ വനമാണ്. ഇത് ഇടതൂർന്ന ഒരു വനമായതിനാൽ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളെ അലഞ്ഞു തിരിയാൻ അനുവദിക്കരുത്. ഒപ്പം തന്നെ നിർത്തുക. ഒരു ഫാമിലിയായിട്ട് വന്ന് ദീർഘനേരം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വാഗമൺ പൈൻ ഫോറസ്റ്റ്. കുട്ടികൾക്കും ദമ്പതികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എത്ര നേരം ഇരുന്നാലും മടുക്കുകയില്ലാത്തൊരു സ്ഥലമാണ്. ഇടുക്കിയിലെ തണുപ്പറിഞ്ഞ് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ്. വാഗമണ്ണിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ മൊട്ടക്കുന്നിൽ നിന്ന് അധികം ദൂരമല്ലാതെ ആണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. വാഗമണ്ണ് മൊട്ടക്കുന്നിൽ നിന്ന് 3 കിലോമീറ്ററാണ് പൈൻ ഫോറസ്റ്റിലേക്കുള്ള ദൂരം.